കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഹർഷിന സമരമിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 10 മണിക്കാണ് ആ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇത്രയും അനുഭവങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അത് കേട്ടപ്പം വളരെയധികം വിഷമം തോന്നി. ഒരു പ്രത്യേക ഒരവസ്ഥ, ആ ഒരു വേദനയിലേക്ക് വീണ്ടും തിരിച്ചു പോയ പോലെ. അപ്പം ഇത്രയും അനാസ്ഥകൾ സംഭവിച്ചിട്ടും ആർക്കും ഒന്നും അത് സംഭവിക്കുന്നില്ല എന്നുള്ള അതിനൊരു നടപടി എടുക്കാത്തിടത്തോളം കാലം ഇത് തുടർക്കാതെ ആവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മൾ തന്നെ ഈ ഒരു ഇത്രയും വലിയ ദുരിതം അനുഭവിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന ആരോഗ്യമന്ത്രി നമ്മളുടെ അടുത്ത് വന്ന് ഉറപ്പ് തന്നു പോയി. ഇപ്പോഴും 4ാമത്തെ വർഷമാണ്, ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. 8-9ാമത്തെ വർഷത്തോളമായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് കാരണം ഞാൻ രോഗിയാണ്, അതിനുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു ചികിത്സാ സഹായം പോലും, ഒരു എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു സഹായം പോലും ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതുപോലെയുള്ള ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഒന്നിലും ഒരു നടപടി എടുക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നു പോകുന്നുള്ളത് തന്നെയാണ്.